ഇതുപോലൊരു കുക്കർ കയ്യിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായി, ആ ചിക്കൻ ആ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഒരുപാട് മൊരിയണ്ട, ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യത്തിന് മൊരിച്ചെടുക്കാം. പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള അരിഞ്ഞത്, നെയ്യ്, നാരങ്ങ, പിന്നെ തക്കാളി, വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് സവാള വാട്ടിയെടുക്കുന്നത്. വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ആ കുക്കറിൽ തന്നെ സവാള വാട്ടിയെടുക്കാം. സവാള ആവശ്യത്തിന്, ഉള്ളിയൊന്നും വേണമെന്നില്ല, സവാള മാത്രമാണ് ഞാൻ എടുത്തത്. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ചോറിനും ഇതിനൊക്കെ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയെ കൂടി അരച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ വേറെ മസാലയും ചേർക്കണം. കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കണം. കുരുമുളക് പൊടിയും ഗരം മസാലയാണ് നമ്മളിതിൽ ചേർക്കണത്. വേറെ മസാലപ്പൊടിയൊന്നും ചേർക്കണില്ല. പിന്നെ ചിക്കനിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ചണ കാരണം വേറെ ഒന്നും ചേർത്തില്ല. പിന്നെ ആ ചിക്കനും അതിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ നമ്മൾ അരിക്ക് ആവശ്യമുള്ള വെള്ളം അളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളക്കുമ്പോഴത്തേക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ കേട്ടാൽ മതി. ചിക്കൻ ഒരുവിധം മൊരിഞ്ഞതാണല്ലോ. ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്കും ചോറ് ബിരിയാണി, നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയായി. അടിപൊളിയായി ആയിട്ട് ചോറും ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്.